കലാസ്നേഹികളെ, ഈ ആൾക്കൂട്ട മനോഭാവം നമ്മളെ അടച്ചിട്ടിരിക്കുന്ന മുറിയിലെ മാനസികാവസ്ഥയിൽ നിന്ന് വ്യത്യസ്തമായി ചിന്തിപ്പിക്കുവാനും ചിരിപ്പിക്കുവാനും ശേഷിയുള്ളതാണല്ലോ. അതിരടി പോലുള്ള സിനിമകളെ കലയുടെ ഉച്ചവരെ എത്തിക്കാൻ PR വർക്കന്മാരായ മോബ് ബോസുകൾക്ക് ഏതറ്റം വരെയും സാധിക്കുമെന്ന സത്യം അശാസ്ത്രീയവുമായ നിലയിൽ അവിടെ തന്നെ നിൽക്കട്ടെ. PR വർക്കിനെ അതിരടി ടീം ഇരുന്ന് ചിരിക്കണ കണ്ടിട്ട് എഴുതപ്പെട്ട സ്ക്രിപ്റ്റിൽ ഇംപ്രവൈസ് ചെയ്ത നല്ല അഭിനേതാക്കളെയാണ് കാണാൻ സാധിച്ചത്. പടം ഒരു പരിധിവരെ നല്ലതാണ്, ചിലതൊഴുകി. സോ കഥ ആരംഭിക്കുന്നത് ഒരു കോളേജ്. ആ കോളേജിൽ ഒരു സംവത്സര പദ്ധതി. അവിടെ പ്രസംഗിക്കുന്ന ഒരു അധ്യാപകൻ, നിങ്ങൾ ഈ നാടിനെ ഭീഷണിപ്പെടുത്താൻ വന്നിരിക്കരുത്. പിന്നെ ഒരു കോളേജിലെ ആഘോഷമൊക്കെ വേണ്ടി തലേ ദിവസം ബെന്നി ഡയൽ അല്ലല്ലടാ, അത് വേറെ വിട്ട് ആരായാലും അവരുടെ പരിപാടി നടക്കുവാണ്. അത് കാണുവാൻ ലുലുവിൽ സെയിൽ വന്നപ്പോൾ പ്ലേ സ്റ്റേഷനും ഐഫോണും അടിച്ചു മാറ്റാൻ വന്നവരെ പോലെ ആർത്തിരമ്പിയ അല്പന്മാരായ ജനക്കൂട്ടം ഇരച്ചു കയറുകയാണ്. അതിനിടയിൽ ദർശനം മരിക്കുകയാണ് ഗൈസ്. അവൾ മാത്രമല്ല, അവിടെ ഒരു ഫൈനൽ ഡെസ്റ്റിനേഷൻ തന്നെ നടക്കുവാണ്. പാവം ദർശനം 3 സെക്കൻഡ് അഭിനയം, 4-ാം സെക്കൻഡിൽ മരണം, പ്രതിഫലം 400 രൂപയും 4 ചായയും. അതോടെ കഥയിലെ നായകന്റെ ചേട്ടൻ മെന്റൽ മാസ്റ്റർബേഷൻ ഉണ്ടായി അലറും. ഇത് നിങ്ങൾ അവന്റെ കഥകൾ കേൾക്കണം. ഇത് റിയൽ അച്ഛൻ ഓഫ് ദ ഫിലിം ആൻഡ് ദ കോളേജ്. കാട്ടാക്കട അണനൊക്കെ ചായ കൊടുക്കാനാണ് നിങ്ങൾ വിളിച്ച എന്തൊരു പരിപാടി അത്? എവിടെയുള്ള നീയൊക്കെ? ഒരു അണ്ടർസ്റ്റാൻഡബിൾ പ്രിൻസിയുടെ കടമയില്ലേ തന്റെ കോളേജിലെ ന്യൂ അഡ്മിഷനെ ഒന്ന് ഇന്റർവ്യൂ ചെയ്യുക എന്നത്. എന്നിട്ട് അതിന്റെ മേലെ സിമെന്റും കൂടെ ഇട്ടിട്ട് രണ്ടും കൂടെ മിക്സ് ചെയ്ത് നല്ല യൂണിഫോം കളറിലാവുമ്പോ വെള്ളം ഒഴിച്ചിട്ട് കുഴച്ച് അങ്ങോട്ട് കുഴാന്നാവുമ്പോ നമുക്ക് ഇത് തന്നെ തിന്നാൻ തോന്നും. ഞാൻ തീരുമാനിച്ചു സാർ, എന്റെ ഉള്ളിൽ ഒരു സിവിൽ എഞ്ചിനീയർ ഉണ്ടെന്ന്. ഇവന് വല്ല സ്ത്രീയുടെ കൈ ഇളക്കി വിട്ടൂടെ? വന്ന് 3-ാം ഭാഗം ബേസിലിന് റിയയോട് ക്രഷ്. അപ്പൊ പിന്നെ നല്ല അഭിനയത്തിന്റെയും വെറുപ്പിക്കലിന്റെയും ഇടയിലൂടെ ഒരു ചെറു നേർത്ത വരയാണ് പോകുന്നത്. അതിലൂടെ മിന്നൽ വേഗത്തിൽ സഞ്ചരിക്കാമെന്ന് സാം കുട്ടിയും അങ്ങ് വിചാരിക്കും. പലയിടങ്ങളിലായി ക്രിഞ്ച് കുപ്പായമിട്ട് സാം കുട്ടി കാണികളെ കബളിപ്പിക്കും. എടി പെണ്ണെ, കെട്ടി വീട്ടിൽ കൊണ്ടുപോട്ടെ എന്റെ ഈ ചേട്ടൻ. ആക്ച്വലി സാം കുട്ടിയുടെ ചേട്ടൻ അന്ന് ആ സംഭവത്തിന് ശേഷം ആകെ വൃഷണനായി ഇരിക്കുകയാണ്. തന്റെ മുൻ കാമുകി കൂടിയാണല്ലോ മരിച്ചത്. ആ കാരണത്താൽ തന്നെ കണ്ണിലാകെ കറുപ്പ് തേച്ച ബാറ്റ്മാനെ പോലെ ഒറ്റക്കിരുന്ന് കരച്ചിലാണ്. ഈ കരച്ചിൽ കാരണം തുടനനഞ്ഞ സാം കുട്ടി തീരുമാനിക്കും പണ്ട് തന്റെ ചേട്ടന്റെ കാലത്ത് മുടങ്ങിപ്പോയ താൻ പഠിക്കുന്ന ചേട്ടൻ പഠിച്ച അതേ കോളേജിലെ അന്ന് മുടങ്ങിയ പരിപാടി തിരികെ കൊണ്ടുവരുമെന്ന്. അങ്ങനെ ഈ വിവരം ഒരു ഉദ്യാന നടുവിലിരുന്ന് കൂട്ടുകാരുമായി ഷെയർ ചെയ്തുകൊണ്ടിരിക്കവേ വേറെ ഒരു ക്രീം മണ്ണിന്റെ പേരിൽ അവർ ഇവനെ തരണം ചെയ്ത് ചലിച്ചു പോകും. ഗൈസ്, ക്യാൻറ്റീനിൽ പുതിയ ക്രീം ബൺ വന്നിട്ടുണ്ട്. Come on, it's my treat. ബട്ട് ആരുമില്ലെങ്കിലും ഒറ്റയ്ക്കൊരു യന്ത്രത്തെ പോലെ, ഒരു പ്രാന്തനെ പോലെ സാം കൂട്ടി സെമസ്റ്റർ എല്ലാം തന്റെ സപ്ലി പോലും വകവെക്കാതെ നോട്ടീസ് അടിച്ച് വിതരണം ചെയ്യും. പലരുടെയും കയ്യിൽ മാറി റിക്വസ്റ്റ് ചെയ്യും. അച്ഛന്റെ പോക്കറ്റിലാണ് റിക്വസ്റ്റ് വെക്കണം, കിഴങ്ങൻ കഴുതേ. അങ്ങനെ ഒടുവിൽ തന്റെ 69ാമത്തെ അടവിറക്കി സാംകുട്ടി ഈ പ്രയത്നത്തിൽ വിജയിക്കും. അന്ന് മരിച്ചവരുടെ പേരൻസിനെല്ലാം വിളിച്ച് സാംകുട്ടി ഊമക്കത്തയക്കും. അവർ കോളേജിലെത്തി വക്കാലത്ത് പറയും. ആളൊരൽപ്പം ക്രിഞ്ചാണെങ്കിലും നന്മയുള്ളവരാ. സ്വർഗത്തിലിരുന്ന് അവര് സന്തോഷിക്കുന്നുണ്ടോ മാഡം? ഒന്ന് പോവാടാ, പോയി തരത്തി പോയി കളിക്കടാ. എന്തായാലും ഒടുവിൽ അത് സംഭവിക്കും. ഇത്രയും കഷ്ടപ്പെട്ട് കാര്യം നടത്തിയ സാംകുട്ടിയും അതിന്റെ ക്രെഡിറ്റ് അടിച്ചു മാറ്റാൻ മറ്റൊരുത്തനും. എന്റെ ഒരുപാട് നാളത്തെ എഫേർട്ട് ആൻഡ് റിസൾട്ട്സ് കണ്ടിരിക്കുകയാണ്. എത്ര മീറ്റിംഗ്സ്, മെമ്മറാൻഡംസ്, ലെറ്റേഴ്സ്. നിനക്ക് നാണമുണ്ട്. ബട്ട് ഇതറിഞ്ഞ ലോല ഹൃദയനായ സാംകുട്ടി കരയും. കരച്ചിൽ കണ്ട ഇവനെ റിയ പൊക്കി പറയും. അത് കണ്ട് ഗതികെട്ട പ്രിൻസ് ബേസിക്കലി എന്ത് സിറ്റുവേഷൻ ഉണ്ടെങ്കിലും കരയുന്ന ഒരാളല്ല ഞാൻ. വിഷമം വരുമ്പോ കരയുന്ന ആമ്പിളർ ഹോട്ടല്. സോ ഇനിയാണ് പടത്തിലെ വില്ലൻ ആൻഡ് ആന്റി ഹീറോ. ആളത്ര വെടിപ്പല്ല,
സോ ടൊവിനോയുടെ ക്യാരക്ടർ ഈ പടത്തിൽ രംഗണ്ണ നെഗറ്റീവ് പ്രോമാക്സ് ആണ്. ഏതാണ്ട് ആ രീതിക്കൊക്കെയാണ് എഴുതാൻ ശ്രമിച്ചിട്ടുള്ളത്. അതൊരു പരിധി വരെ ടൊവിനോ നന്നായി ചെയ്തിട്ടുമുണ്ട്. നമ്മൾ ഉള്ളതുപോലെ പറയണമല്ലോ, വലിയ കൊടും ക്രിമിനൽ ആയിരുന്നു ടൊവിനോ. ഭാര്യയ്ക്ക് വേണ്ടി ചരട് കെട്ടിയ ഒരു വേലായുധനാണ് അദ്ദേഹം. സോ ഇവിടെ റിട്ടയർഡ് ഗുണ്ടയായ ടൊവിനോ തന്റെ വെട്ട് കരിയർ മാറ്റി പാട്ട് കരിയറിലേക്ക് ചേക്കേറി താൻ തന്നെ എഴുതിയ പാട്ട് സ്റ്റേജിൽ കയറി പാടി അരങ്ങേറ്റം കുറിക്കാൻ ശ്രമിക്കുകയാണ്. അപ്പോഴാണ് അവന്റെയൊക്കെ അപ്പുറത്തെ കോളേജിൽ സാക്ഷാൽ ചെന്നൈ സ്റ്റാർ വിനീത് സാറിന്റെ ഗാനമേള ഉണ്ടെന്നുള്ള കാര്യം അറിയുന്നത്. അങ്ങനെ കോളേജ് പിള്ളേർ ഫെസ്റ്റിന്റെ ഭാഗമായി പുറത്തും അറ്റ് ദ സെയിം ടൈം തെക്ക് ദിശയിൽ നിന്ന് തോട്ടക്കുട്ടന്റെ നാട്ടുകാർ പാരലലായി വന്ന് അവരുമായി ഏറ്റുമുട്ടുന്നു. സംഘർഷം. ഇതിനിടയിൽ പിടിച്ചു മാറ്റാൻ വന്ന ചരട് കെട്ടിയ വേലായുധനെ ആളറിയാതെ പിള്ളേർ കയറി മണപ്പിക്കും. ഗാന്ധിയായി മാറിയ ഗോഡ്സെയാണ് ഇതെന്ന് കോളേജ് പിള്ളേർ കൊണ്ടോ അറിയുന്നു. അവന്മാരെടുത്തൊരു ചാമ്പും. ബട്ട് ഇതിനിടയിൽ അത്ഭുതപരമായി ഭാര്യയ്ക്ക് ഒരു അപകടം പറ്റുന്നു. ദുർഭാഗ്യവശാൽ തോട്ടക്കുട്ടൻ കൃത്യസമയത്ത് അവളെ രക്ഷിക്കും. സംഘർഷം കാരണം പോലീസ് സ്റ്റേഷനിലായ പിള്ളേർ ഒരു പോൺ സത്യം മനസ്സിലാക്കുന്നു. അവർ അറിയാതെ മണപ്പിച്ച ടൊവിനോ ഗാനഗുണ്ടാണ് അവൻ, ഗാനഗുണ്ട. That's the wrong number. She got that vibe, me chico. Dance all night, me chico. Eyes on me chico. ചരട് മുറിച്ച ഗാനഗുണ്ട നേരെ കോളേജിലേക്ക് പാഞ്ഞു വരും. എന്നിട്ട് അവിടെ ഇരുന്ന റോബോട്ടിന്റെ തല ഊരിയെടുത്ത് ഒരു കൂക്കു ഇട്ട് ഒറ്റ പോക്ക്. അങ്ങനെ പരിപാടി ദിവസം വന്നെത്തുകയാണ്. ചീഫ് ഗസ്റ്റ് മിസ്റ്റർ വിനീത്. പക്ഷേ ഒന്നിനെ പിടിച്ച ആരണയെ ഫ്രീ എന്ന് പറയും പോലെ യൂണിവേഴ്സൽ മ്യൂസിക് അവാർഡ് ഡയറക്ടർ അവാർഡ് വാങ്ങാൻ വന്ന ഷാൻ റഹ്മാനെയും വഴിയിൽ വെച്ച് കിട്ടും. അവരെ രണ്ടുപേരെയും തോട്ടക്കുട്ടൻ കവറിലാക്കി കൊണ്ടുപോകും. ഒക്കെ ഉടഞ്ഞ മാസം കണക്കാൻ വിനീതേട്ടൻ പോലീസിനെ വിളിക്കുമെങ്കിലും വളരെ വിനയപൂർവ്വം മാത്രമേ വിനീതിന് അവിടെ ഇടപെടാൻ സാധിക്കൂ. അല്ലെങ്കിൽ അവന്മാര് തൊണ്ടയിൽ ടാപ്പ് ഫിറ്റ് ചെയ്തേനെ. സാർ നല്ലൊരു രസമാണ് സാർ, പരിചയപ്പെടാൻ വേണ്ടി വിളിച്ചാണ്. കോളേജ് പിള്ളേർ കാരണം ഭാര്യയുടെ കാലൊടിഞ്ഞതിൽ പ്രതിഷേധമായി തോട്ടക്കുട്ടൻ വിനീതിനെ അങ്ങ് പൊക്കും. അവിടെ പരിപാടി നടത്തണ്ടെന്ന്, എന്നിട്ട് ഒരു ഗോൾഡൻ ഓൺ ടൈം ഓഫറും കൊടുക്കും. അതിന്റെ ഒപ്പം അരങ്ങേറ്റത്തിന് സ്റ്റേജ് കയറി പാടാന്ന്. മാത്രവുമല്ല അവരെ പൂട്ടിയിട്ട് കോളേജ് പിള്ളേരുടെ മുന്നിൽ ഷോ കാണിക്കാൻ പിള്ളേര് നടത്തുന്ന ജീപ്പ് റേസിൽ പോയി കപ്പ് അടിച്ചിട്ട് അവർക്കിട്ട് 2 ഊക്കി 2 ഡയലോഗും അടിക്കും. ഇന്ന് വൈകിട്ട് കൃത്യം 8 മണിക്ക് വിനീത് ശ്രീനിവാസൻ നയിക്കുന്ന ഒരു അത്യുഗ്രൻ ഗാനമേള. അതോടുകൂടി കോളേജിലെ ഹീറോ വരുന്ന സാംകുട്ടി വെറും കുട്ടിയാൻ പാട്ടിയാകും. റിയ അവനോട് എന്തോ പറയും. പിള്ളേർ അവനെ മർദ്ദിക്കാൻ നോക്കും. ആകെ നാണം കെട്ട് മാനം പോയ സാംകുട്ടി വിത്ത് സം സെൽഫ് മോട്ടിവേഷൻ. തോറ്റുകൊണ്ട് തുടങ്ങണം, പരിഹാസങ്ങളിൽ നിന്ന് പഠിക്കണം, സ്വപ്നങ്ങൾക്ക് പിറകെ സഞ്ചരിക്കണം. അല്ല, ഈ ചെറുക്കൻ ഈ സിനിമയിലുണ്ട് കേട്ടോ. മോട്ടിവേഷൻ കയറിയ സാംകുട്ടി തോട്ടക്കുട്ടനെ വെല്ലുവിളിക്കും. എല്ലാം അറിയുന്നവൻ ഞാൻ, ശംഭോ മഹാദേവ. ബട്ട് ഇതൊന്നും കൊണ്ടായില്ലല്ലോ. തൽക്കാലം പിള്ളേരുടെ മുന്നിൽ പിടിച്ചു നിൽക്കാൻ വിനീതേട്ടൻ മാത്രമല്ല ഇന്ന് കേരളക്കരയിൽ ടിനി ടോമിന്റെ മാത്രം ശബ്ദം അനുകരിക്കാൻ പറ്റാത്തതും ടിനി ടോമിന് തന്നെ ശിഷ്യനുമായ ശബ്ദകലയിലെ അരിസ്റ്റോട്ടിൽ, മിമിക്രിയിലെ മൈക്കിൾ ജാക്സനുമായ കാര്യം തീർന്നില്ലല്ലോ. ചെന്നൈ സൂപ്പർ സ്റ്റാറിനെ പോക്കണ്ടേ. ഈ പടത്തിൽ പോലും ആ ചെന്നൈ റെഫറൻസ് അവർ കളഞ്ഞിട്ടില്ല. എത്ര കാലം നിങ്ങൾ ഈ ചെന്നൈ റെഫറൻസും പറ്റി വിനീതേട്ടനെ തള്ളും. സോ ടെക്നോളജിക്കലി സാംകുട്ടി കുറച്ച് ഡ്രോണുകൾ ഉപയോഗിച്ച് ഏട്ടൻ എവിടെയാണെന്ന് കണ്ടെത്താൻ ശ്രമിക്കും. മീൻവെയിൽ തോട്ടക്കുട്ടിനോട് എന്തോ സംശയം തോന്നുന്ന പോലീസ് അവനെ പോക്കും. പക്ഷേ അടിയില്ലാതെ എന്താ അതിരടി. തോട്ടക്കുട്ടൻ ജീപ്പിലും സാംകുട്ടി വിനീതേട്ടനെ ഒളിപ്പിച്ച സ്ഥലത്തും ഈ കുന്ത്രാണ്ടോ അല്ലേ ഫഹദ് മറ്റേ ഫിലിമില് അടിക്ക് ഒടുവിൽ അവിടെ നിന്ന് രക്ഷപ്പെടാൻ ഓട്ടം. അപ്പൊ അവിടെ ഒരു ക്യാമിയോ. ഇത്രയും കലാരൂപം ഒരുമിച്ച് അനുഭവിച്ച വിനീതേട്ടൻ ആകെ കബൂർ സീനാകും. ബട്ട് സാംകുട്ടി ചെന്നൈ സൂപ്പർ കിങ് ഫാനാണെന്ന് അറിഞ്ഞ വിനീതേട്ടൻ ഇനി ഒരു സീനുണ്ട്. എണ്ണ തീർന്നു വേടാ. നീ എത്ര രൂപയ്ക്ക് പെട്രോൾ അടിച്ചു? 230 bucks. ഇതൊക്കെ എത്ര കാലം മുമ്പുള്ള കോമഡിയാണ്. നമ്മളൊക്കെ സൈക്കിള് പെട്രോൾ പമ്പിൽ കൊണ്ടുപോയി അടിക്കണ കാലത്തെ ഉപേക്ഷിച്ച കോമഡിയാണ് ഇതൊക്കെ. പക്ഷെങ്കിൽ ഹാഷറിന്റെ എൻട്രി നല്ല ഓളം ഉണ്ടാക്കി കുറച്ച് സീൻ കൂടി ദിവാന് കൊടുക്കണമെന്നായിരുന്നു എന്റെ ഒരു ഇത്. നീ 1 to 100 വരെ എണ്ണ്. എന്നിട്ടും ടെന്നിച്ച് വന്നില്ലേ നീ 100 to 1 വരെ തിരിച്ചെണ്ണണം. എന്നിട്ടും വന്നിട്ടില്ലെങ്കിൽ ഓടി അവർ തോട്ടക്കുട്ടന്റെ മുന്നിൽ അവിടെ ഒരു 1.5 ഫൈറ്റിനൊടുവിൽ താൻ തന്നെ കണ്ടുപിടിച്ച കോൺക്രീറ്റ് മിക്സിംഗ് മെഷീൻ ഓർഗാസം ഉണ്ടാക്കി തോട്ടക്കുട്ടനെ നേരെ തെറിപ്പിച്ച് വീഴ്ത്തി.
അങ്ങനെ ഫൈനലി ചെന്നൈ സ്റ്റാർ സ്റ്റേജിൽ കയറി പാട്ട് പാടും. ബട്ട് തോട്ടക്കുട്ടൻ ബോധം വീണപ്പോ ഒരു തോട്ടയുമായി വന്ന് തോട്ടയെറിഞ്ഞ് സ്റ്റേജ് പൊട്ടിക്കാൻ ശ്രമിക്കവേ പെട്ടെന്നൊരു കുബുദ്ധി തോന്നിയ വിനീതേട്ടൻ തന്നെ കൊണ്ട് തോട്ടക്കുട്ടൻ സ്റ്റേജിൽ പാടാൻ നിർബന്ധിപ്പിച്ച ആ പാട്ടെടുത്തങ്ങ് പാടും. അതോടെ കയ്യിലിരുന്ന തോട്ട പൊട്ടിയെന്തോ. എന്തായാലും തോട്ടക്കുട്ടൻ കണ്ണീരുമായി പോലീസിന്റെ പിടിയിലാകും. എല്ലാം ശുഭം. സോ ബേസിക്കലി ഗൈസ് ഒരു നല്ല സിനിമയാണ്. ഇതൊരു മോശം സിനിമയാണെന്ന് ഞാൻ ഒരിക്കലും പറയില്ല. ആക്ച്വലി ഞാൻ ഇത് തിയേറ്ററിൽ ഇരുന്ന് കണ്ടപ്പോൾ എനിക്ക് അത്യാവശ്യം ഇഷ്ടപ്പെടുകയും ചെയ്തു. പിന്നീട് ഇത് OTT-ൽ കണ്ടപ്പോഴാണ് പല രൂപസാദൃശ്യങ്ങളും പല രൂപാന്തരങ്ങളും എനിക്ക് മാറ്റമായി തോന്നിയതും പലതും കട്ട ക്രിഞ്ചാണെന്ന് മനസ്സിലായതും. ബേസിൽ പലയിടത്തും ഓവർ ആക്ടിംഗ് ആയി പോയി. വെൽ, ഇറ്റ്സ് നോട്ട് എ ബാഡ് മൂവി ബട്ട് ആൻ ഓക്കെ വൺ. സോ എന്താണ് നിങ്ങളുടെ അഭിപ്രായം? കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുമല്ലോ. അപ്പോൾ ശരി ഗൈസ്, എല്ലാം പറഞ്ഞ പോലെ നമ്മൾ ഇനിയും കാണും. താങ്ക്സ്. ലവ് യു.